ശ്രീ കരയാതെ ബാഗും തോളിലിട്ട് എങ്ങോട്ടോ നോക്കി എന്തോ ആലോചനയോടെ നിൽക്കുന്നവളെ നോക്കി അവൾ വിളിച്ചു. ഉം അവളൊന്ന് മൂളി. ശ്രീ ചോദിക്കുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്. എന്താ നിനക്ക് പറ്റിയത്? എന്താ നിന്റെ മനസ്സിൽ? നേഹ സംശയത്തോടെ അവളോട് ചോദിച്ചു. ഒന്നുമില്ല. ഈ ബസ് ഒന്നും വരുന്നില്ലല്ലോ." അവൾ നേഹയ്ക്ക് മറുപടി കൊടുക്കാതെ വാച്ചിലേക്ക് നോക്കി പറഞ്ഞതും നേഹ പിന്നെ ഒന്നും മിണ്ടിയില്ല. അവൻ അവളുടെ അടുത്ത് നിന്നും ദേഷ്യത്തോടെ ബാൽക്കണിയിലേക്ക് പോയി നിന്നു. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവൾക്കെന്നെ വിശ്വാസമില്ലെന്ന്. വിശ്വാസമില്ലാത്തത് കൊണ്ടാണല്ലോ അവൾ അന്നും തന്നോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. അത് ഓർക്കും തോറും അവന് ദേഷ്യം തോന്നി. അവൻ കൈകൾ മുഷ്ടി ചുരുട്ടി റെയിലിങ്ങിൽ ഇടിച്ചു. പിന്നെ ദേഷ്യത്തോടെ മുറിയിലേക്ക് നടന്നു. അവൻ ചെന്നപ്പോഴും അവൾ കട്ടിലിൽ ഇരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ടതും അവൾ തലയുയർത്തി അവനെ നോക്കി. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. അവൻ അവളെ ദേഷ്യത്താലൊന്ന് നോക്കിയിട്ട് വന്ന് അലമാരി തുറന്നു. പിന്നെ അതിൽ നിന്നും ഒരു സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും എടുത്തു. അത് കണ്ടതും അവൾ നെറ്റിച്ചുളിച്ചു. അവനതുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൾ അവൻ്റെ മുൻപിൽ ചെന്ന് നിന്നു. അവൻ സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. "അതവിടെ വെക്ക്." അവൾ ദേഷ്യത്തോടെ അവനെ നോക്കി പറഞ്ഞു. "മാറി നിക്കടി." അവൻ ദേഷ്യത്തോടെ അവളെ നോക്കിയിട്ട് അവളെ തള്ളിമാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ പോയതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. "സിഗരറ്റ് യൂസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എനിക്കതിൻ്റെ സ്മെല്ല് ശ്വാസം മുട്ടും. അതുകൊണ്ട് ഇത് യൂസ് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല." അവൾ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. "ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. എൻ്റെ കാര്യത്തിൽ നീ ഇടപെടേണ്ട കാര്യമില്ല." അവനും ദേഷ്യത്തോടെ പറഞ്ഞു. "ഞാൻ ഇടപെടും." അവൾ വാശിയോടെ പറഞ്ഞു. "എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നീ ആരാ?" അവൻ പുരുകം പൊക്കി അവളോട് ചോദിച്ചു. "ദേ ഈ കിടക്കുന്നത് ഇച്ചായൻ തന്നെ കെട്ടിത്തന്ന താലിയാ. ഇതിൻ്റെ കഴുത്തിലുള്ള കാലത്തോളം ഞാൻ ഇച്ചായൻ്റെ ഭാര്യയാണ്." അവൾ വാശിയോടെ താലി അവന് നേരെ ഉയർത്തി. "വെറുതെ ഞാനൊരു താലി ഇട്ട് തന്നു എന്ന് കരുതി നീ എൻ്റെ ഭാര്യ പദവി അലങ്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ അത് അഴിച്ചു വന്നിട്ട് ഇവിടെ നിന്നും പോകാം." അത് കേട്ടതും അവൻ പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ ഞെട്ടി. എന്താ?" അവൾ സംശയത്തോട് ചോദിച്ചു. "പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ? ആ താലി ഊരി തന്നിട്ട് പൊയ്ക്കോളാൻ. നിനക്കെന്നെ വിശ്വാസമില്ലല്ലോ. ആദ്യം ഒരു കുടുംബജീവിതത്തിൽ വേണ്ടത് പരസ്പര വിശ്വാസമാണ്. അതെന്തായാലും ആദ്യം മുതൽ ഇന്ന് വരെ നമുക്കിടയിലില്ല. ആ സ്ഥിതിക്ക് വെറുതെ എന്തിനാ? പിന്നെ നീ തന്നെയാണ് ഈ ഡയലോഗ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഒരു താലി ഇട്ട് തന്നു എന്ന് കരുതി ഞാൻ നിന്റെ ഭർത്താവല്ല എന്ന്. അതുതന്നെയാ ഇപ്പം എനിക്ക് നിന്നോടും പറയാനുള്ളത്." അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ വല്ലാതെയായി. അതിച്ചായ അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈകൾ ഉയർത്തി അവളെ തടഞ്ഞു. "എനിക്കിനി ഒന്നും കേൾക്കണ്ട, മാറി നിൽക്ക്." അതും പറഞ്ഞ് അവളെ മാറ്റിക്കൊണ്ട് അവൻ ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി നിന്നു. വേണ്ടായിരുന്നു, അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു. അന്നേരത്തെ പൊട്ട ബുദ്ധിക്ക് അങ്ങനെ പറഞ്ഞു പോയതാ. അവൾ തലയിൽ കൈവച്ചു. അവൻ സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് കത്തിച്ചു വെച്ചു. എന്നാലും ആരായിരിക്കും ഇത് ചെയ്തത്? എന്നോടും നേഹയോടുമായിരുന്നോ അവൻ്റെ ശത്രുത? അതോ എന്നോട് ഭദ്രയോടുമായിരുന്നോ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നേഹയോട് ഉടനെ സംസാരിക്കണം. ഒളിഞ്ഞോ തെളിഞ്ഞോ അവൾക്ക് ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നറിയണം. അവൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടൊരു പഫ് എടുത്തു. അവളുടെ മനസ്സിലും അതുതന്നെയായിരുന്നു ചിന്ത. ആർക്കായിരിക്കും ഞങ്ങളോട് ശത്രുതയുണ്ടായിരുന്നത്? എന്തായാലും അത് ഞങ്ങളോട് മാത്രമുണ്ടായിരുന്ന ഒരു ശത്രുതയല്ലായിരുന്നു. അതായിരുന്നെങ്കിൽ ഒരിക്കലും അതിനിടയിൽ ഇച്ഛായം വരില്ലായിരുന്നു. അവൾ ചിന്തിച്ചുകൊണ്ട് എപ്പോഴും മയങ്ങിപ്പോയിരുന്നു. അവനും ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ബാൽക്കണിയിലെ ബീൻ ബാഗിലിരുന്ന് ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ തന്നെ ഡേവി നേഹയുടെ മമ്മിയെ ബസ് കയറ്റി വിടാൻ പോയിരുന്നു. നേഹയും അവനൊപ്പം കൊണ്ടുപോയി. അവളുടെ മമ്മിയെ ബസ് കയറ്റി വിട്ടതിന് ശേഷം തിരികെയുള്ള യാത്രയിൽ അവർ രണ്ടുപേരും മാത്രമായി. നേഹ സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യുന്നില്ലേ? മൗനത്തെ ഭേദിക്കാനെന്ന പോലെ അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. "ചെയ്യണമെന്നുണ്ട്, പക്ഷേ ഇനി തിരികെ എങ്ങനെയാ കോളേജിലേക്ക് പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം." അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അത് കണ്ടതും അവനും വിഷമമായി. എല്ലാവരും എന്നെ മറ്റൊരു കണ്ണോടുകൂടിയായിരിക്കില്ലേ നോക്കുന്നത്? എല്ലാവരും എന്നെപ്പറ്റി അടക്കം പറയില്ലേ? ചില കണ്ണുകളിൽ കളിയാക്കലുകളും ചില കണ്ണുകളിൽ സഹതാപവും മാത്രമായിരിക്കും എനിക്ക് വേണ്ടിയുള്ളത്. നോർമൽ ഒരു പെൺകുട്ടിയെ നോക്കുന്നത് പോലെ ആയിരിക്കില്ല അവരെന്നെ ഇനി നോക്കുന്നത്. അതൊക്കെ ഓർക്കും തോറും എനിക്ക് തിരികെ കോളേജിലേക്ക് പോകാൻ തോന്നുന്നതേയില്ല." അവൾ നിറഞ്ഞു വന്ന കണ്ണുകളെ തുടച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. "ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത ആരുമില്ല നേഹ. നമ്മുടെ ആ പ്രശ്നങ്ങളെ തരണം ചെയ്ത് നമ്മൾ മുൻപോട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾ ജീവിതത്തിൽ വിജയിക്കുന്നത്. അവിടെ പരിഹാസങ്ങൾ കാണും, കളിയാക്കലുകൾ കാണും, കുറ്റപ്പെടുത്തലുകളും കാണും. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറം നമുക്ക് വേണ്ടി ദൈവം കാത്തുവെച്ച സന്തോഷമുണ്ട്. അതിനിടയിൽ വരുന്ന ഈ കാര്യങ്ങളെയൊക്കെ തരണം ചെയ്ത് അങ്ങ് അറ്റത്തേക്ക് എത്തുമ്പോൾ ഇതൊക്കെ നമുക്ക് പ്രചോദനം മാത്രമായി മാറും." അവൻ അവളെ നോക്കി പറഞ്ഞതും അവൾ ഒന്നും മിണ്ടാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. "താൻ ധൈര്യമായിട്ടിരിക്കടോ. തൻ്റെ ഒപ്പം എല്ലാത്തിനും ഞങ്ങളും ഉണ്ട്. സഹോദരങ്ങളില്ലെന്നോ കൂട്ടുകാരില്ലെന്നോ ഒന്നും കരുതണ്ട. ഞങ്ങളൊക്കെ ഇവിടെയുള്ളപ്പോൾ താൻ ഒരിക്കലും ഒറ്റപ്പെടില്ല. പിന്നെ കോളേജിലും തനിക്ക് വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെയും താൻ ഒറ്റയ്ക്കല്ലല്ലോ.
തനിക്കൊപ്പം എല്ലാത്തിനും സ്ട്രോങ് ആയിട്ട് കൂടെ നിൽക്കാൻ തൻ്റെ ശ്രീയില്ലേ? അവളൊരാൾ മതിയല്ലോ. അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അതെ, ദൈവം എനിക്ക് തന്ന നിധിയാണ് എൻ്റെ ശ്രീ. ഒരുപക്ഷെ അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായി പോയനെ. നല്ലൊരു കൂട്ടുകാരി ഇല്ലല്ലോ എന്നുള്ള വിഷമം എനിക്ക് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു കൂടപ്പിറപ്പില്ലല്ലോ എന്നുള്ള വിഷമവും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഒരു കൂടപ്പിറപ്പായി, കൂട്ടുകാരിയായി എൻ്റെ ഒപ്പം എന്നും എൻ്റെ ശ്രീ ഉണ്ടായിട്ടുണ്ട്. ശരിക്കും ആ കാര്യത്തിൽ ഞാൻ ഭാഗ്യവതി തന്നെയാണ്. അവൾ ചിരിയോടെ പറഞ്ഞതും അവനും പുഞ്ചിരിച്ചു. രാവിലെ ഉറക്കമുണർന്നതാണ് ശ്രീ. അവൾ നോക്കുമ്പോൾ ഡെന്നിയെ അടുത്തെങ്ങും കണ്ടില്ല. എന്തൊക്കെയോ ആലോചിച്ച് ഇന്നലെ ഉറങ്ങിപ്പോയിരുന്നു. അവൻ തൻ്റെ അടുത്ത് വന്ന് കിടന്നില്ലായിരുന്നോ എന്നവൾ ഓർത്തു. പിന്നെ എഴുന്നേറ്റ് മുടി വാരിക്കെട്ടി കട്ടിലിൽ നിന്നും എഴുന്നേറ്റതും കതക് തുറക്കുന്ന സൗണ്ട് കേട്ടു. അവൾ വാതിലിലേക്ക് നോക്കിയതും വർക്കൗട്ട് കഴിഞ്ഞ ഒരു ബോക്സറും സ്ലീവ്ലെസ് ബനിയനും ഇട്ട് കഴുത്തിലൊരു ടവലുമായി കയറി വരുന്ന ഡെന്നിയാണ് കണ്ടത്. അവൻ അകത്തേക്ക് കയറി വന്നതും ഷീറ്റൊക്കെ മടക്കി വയ്ക്കുന്ന ശ്രീയാണ് അവനും കണ്ടത്. അവൾ അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി. എന്നാൽ അവളെ ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അവൻ അവളെ മൈൻഡ് ചെയ്യാതെ മറ്റൊരു ടവലും ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി. തന്നോട് ഇപ്പോഴും അവന് ദേഷ്യമാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ കുളിച്ചിട്ട് ഇറങ്ങുന്നത് വരെ അവൾ അവിടെ തന്നെ ഇരുന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവൻ ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. പിന്നെ അവളെ മൈൻഡ് ചെയ്യാതെ തന്നെ കണ്ണാടിയുടെ മുൻപിൽ ചെന്ന് മുടി ചെയ്യാനും മറ്റും തുടങ്ങി. ഇച്ചായ, അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് വിളിച്ചു. എന്നാൽ അവനത് ശ്രദ്ധിക്കാത്തതുപോലെ തന്നെ നിന്നു. ഇച്ചായ, സോറി, എന്നോട് എന്താ മിണ്ടാത്തത്? അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നോക്കൂ ശ്രീഭദ്ര, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ ഇന്നലെ രാത്രിയിൽ തന്നെ നിന്നോട് പറഞ്ഞു കഴിഞ്ഞതാണ്. വെറുതെ രാവിലെ എൻ്റെ മൂഡ് കളയാൻ ഒന്നും സംസാരിച്ചുകൊണ്ട് വരരുത്. ഇനി നമുക്കിടയിൽ ഒരു സംസാരമുണ്ടാകുന്നത് ഞാൻ സത്യങ്ങളൊക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമായിരിക്കും. അതുവരെ നീ എന്നോടൊന്നും സംസാരിക്കാൻ വരണ്ട, എന്നെ വിശ്വസിക്കുകയും ചെയ്യണ്ട. അത്രയും അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞിട്ട് അവൻ വാതിലടച്ച് ഇറങ്ങിപ്പോയി. അത് കേട്ടതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആദ്യമായിട്ടാണ് തന്നെ അവൻ ശ്രീഭദ്ര എന്ന് വിളിക്കുന്നത്. എല്ലാവരും ശ്രീ എന്ന് വിളിക്കുമ്പോൾ അവൻ മാത്രമായിരുന്നു അവളെ ഭദ്ര എന്ന് വിളിച്ചത്. ഇന്നത് മാറി ആദ്യമായിട്ട് അവൻ ശ്രീഭദ്ര എന്ന് വിളിച്ചപ്പോൾ അവളുടെ മനസ്സ് പിടഞ്ഞു. പറഞ്ഞത് അബദ്ധമായിപ്പോയോ? താൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും തൻ്റെ നേഹയ്ക്ക് വേണ്ടി അവനത് ചെയ്യുകയില്ലായിരുന്നോ? നേരിട്ട് അവനോട് സത്യങ്ങൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ പോരായിരുന്നോ? എന്തിനാ താൻ അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഇതിപ്പോൾ എനിക്ക് ഇച്ചായനെ വിശ്വാസമില്ലാത്തതുപോലെ ആയില്ലേ? അവൾ സ്വയം പഴിച്ചുകൊണ്ടിരുന്നു. വൈഷുവും വൈകിയും അവരുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോയപ്പോൾ ശ്രീയുടെയും നേഹയുടെയും അടുത്ത് വന്നിരുന്നു. ഡെന്നി രാവിലെ ഓഫീസിലേക്ക് പോയിരുന്നു. അപ്പോഴും അവൻ ശ്രീയോട് സംസാരിക്കുകയോ ഓഫീസിൽ പോകുകയാണെന്ന് പറയുകയോ ചെയ്തില്ല. അതവൾക്ക് വിഷമമായെങ്കിലും തൻ്റെ കയ്യിലെ തെറ്റ് തന്നെയാണെന്ന് അവൾക്കറിയായിരുന്നു. ഡേവിയും മമ്മിയെ കൊണ്ടാക്കി വന്നതിന് ശേഷം തിരികെ ഓഫീസിലേക്ക് പോയി. അന്നത്തെ ദിവസം രാത്രിയിൽ ഡോണയ്ക്ക് വൈകുന്നേരമായപ്പോഴേക്കും പീരീഡ്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു. കുറച്ച് നിമിഷങ്ങൾ കഴിഞ്ഞതും അവളുടെ വാതിലിൽ ഒരു കൊട്ട് കേട്ടു. ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അവൾ ശ്രദ്ധിക്കാൻ പോയില്ല. അത്രയും അവൾ ആഴത്തിലേക്ക് ഉറങ്ങിപ്പോയിരുന്നു. എന്നാൽ വീണ്ടും വീണ്ടും കൊട്ട് കേട്ടതും അവൾ ഉറക്കച്ചെവിടോടെ കണ്ണുകൾ തുറന്നു. പിന്നെ മനസ്സോടെ ചെന്ന് കതക് തുറന്നു. എന്തുവാ? അവൾ ഉറക്കച്ചെവിടോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളിനെ നോക്കി ചോദിച്ചതും അവൻ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു. തൻ്റെ മുൻപിൽ നിൽക്കുന്ന ആളിനെ കണ്ടതും അവൾ സംശയത്തോടെ നോക്കി. പിന്നെ കണ്ണുകൾ തിരുമ്മിയിട്ട് വീണ്ടും നോക്കി. അപ്പോഴും അവൻ അതേ ചിരിയോടെ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. ഒരു ബ്ലാക്ക് പാൻറ്റും റെഡ് ടീഷർട്ടുമാണ് വേഷം. അതിൻ്റെ മുകളിൽ കൂടി ഒരു ബ്ലാക്ക് ഹുഡി ഇട്ടിട്ടുണ്ട്. കഴുത്തിൽ കിടക്കുന്ന പ്ലാറ്റിനം ചെയിനും അതിൽ കിടക്കുന്ന കുരിശും. മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ബോഡി. ഇടത് കൈയിൽ വാച്ചിട്ടിട്ടുണ്ട്. വലത് കൈ ഒഴിഞ്ഞു കിടക്കുകയാണ്. മീശ മാത്രം കട്ടിക്ക് വെച്ച് താടി ഫുൾ ഷേവ് ചെയ്തിരിക്കുകയാണ്. ജോച്ച, അവൾ വിളിച്ചുകൊണ്ട് അവനെ മുറുക്കി കെട്ടിപ്പിടിച്ചു. എന്താടി, നേരത്തെ ഉറങ്ങിപ്പോയോ നീ? ഞാൻ പറഞ്ഞതല്ലേ രാത്രി വരുമെന്ന്. അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് ചോദിച്ചു. വയ്യായിരുന്നു ജോച്ച, അപ്പം കിടന്നതാ, ഉറങ്ങിപ്പോയി. ചാച്ചന്മാരെയൊക്കെ കണ്ടോ? അവൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ആരെയും കണ്ടില്ല. അവന്മാർ ഓഫീസിൽ നിന്നും വന്നില്ലെന്ന് മമ്മി പറഞ്ഞു. പിന്നെ ഇവിടെ 2 ഗസ്റ്റ് ഉണ്ടെന്ന് മമ്മി പറഞ്ഞിരുന്നു. സോറി, ഒരു ഗസ്റ്റും ലവൻ അടിച്ചു മാറ്റിയ പെണ്ണും. പക്ഷെ 2 പേരെയും താഴെ കണ്ടില്ല, മുറിയിലാണെന്ന് തോന്നുന്നു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ നിക്ക് പെണ്ണേ, ആദ്യം ഞാൻ നിന്നെ ഒന്ന് കാണട്ടെ, എന്നിട്ട് അവരെ പരിചയപ്പെട്ടോളാം. അവൾ അങ്ങോട്ട് പോകാൻ നിന്നതും അവനവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അവൾ തിരിഞ്ഞ് അവൻ്റെ നെഞ്ചിൽ തട്ടി നിന്നു. അവനവളുടെ ഇടുപ്പിൽ കൂടി കൈ ചേർത്ത് അവളെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി. നാളെ നിനക്കൊരു സർപ്രൈസ് ഉണ്ട്, എ സ്പെഷ്യൽ സർപ്രൈസ്. അത് തരാനും കൂടിയാണ് ഞാനിന്ന് തന്നെ ഇങ്ങോട്ട് പോകുന്നത്. അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് സർപ്രൈസ്? അവൾ സംശയത്തോടെ ചോദിച്ചു. അതൊക്കെയുണ്ട്, ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ. അവൻ അവളുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ ചിരിച്ചു. ഡെന്നി ഓഫീസിൽ നിന്നും വരാത്തത് കൊണ്ട് വെരികിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ശ്രീ. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്തതും അവൾ ഞെട്ടി. പിന്നെ ഫോൺ എടുത്ത് നോക്കി. അച്ഛൻ. അത് കണ്ട് അവളുടെ ചുണ്ടുകൾ മൊഴിഞ്ഞു. അച്ഛൻ എല്ലാം അറിഞ്ഞു കാണുമോ? ഞാൻ ഇതുവരെ അച്ഛനെയും അമ്മയും വിളിച്ചില്ല. അവരിങ്ങോട്ട് വിളിച്ചിട്ട് താൻ എടുത്തതുമില്ല.
അതുകൊണ്ട് തീർച്ചയായിട്ടും അവർ ആൻറ്റിയെ വിളിച്ച് കാണും. ആൻറ്റി എല്ലാം പറഞ്ഞും കാണും. തന്നെ അച്ഛനും അമ്മയും സംശയിക്കുമോ? താൻ ഇതുവരെ തുറന്നു പറയാത്തതിൽ അവർക്ക് തന്നോട് ദേഷ്യം കാണുമോ? അവൾ സ്വയം ഓരോന്നും ആലോചിച്ചു. പിന്നെ ഫോണെടുത്ത് ചെവിയിലേക്ക് വെച്ചു. അച്ഛാ, അവൾ എന്തു പറയണമെന്നറിയാതെ വിളിച്ചു. ശ്രീ, ഞങ്ങൾ കേട്ടതൊക്കെ സത്യമാണോ? നിന്റെ വിവാഹം കഴിഞ്ഞോ? അയാൾ എടുത്തപാടെ സംശയത്തോട് ചോദിച്ചു. അതച്ഛാ, അവൻ എന്തു പറയണമെന്നറിയാതെ കുഴഞ്ഞു. ഞങ്ങൾ നിനക്ക് ആരുമല്ലേ ശ്രീ? നിന്റെ എല്ലാ കാര്യത്തിലും ഞങ്ങൾ കൂട്ടി നിൽക്കാറില്ലേ? നിന്റെ എല്ലാ ഇഷ്ടങ്ങളും ഞങ്ങളെ കൊണ്ടാകുന്ന വിധം ഞങ്ങൾ നിനക്ക് സാധിച്ചു തരാറില്ലേ? എന്നിട്ടും ഒരു വാക്കുപോലും ഞങ്ങളോട് പറഞ്ഞത് എന്താ? ഞങ്ങളിവിടെ വിദേശത്തായതുകൊണ്ടാണോ? അതോ അച്ഛനും അമ്മയും അറിയില്ല എന്ന് നീ കരുതിയോ? നിന്റെ ഇഷ്ടത്തിന് നടക്കാനായിരുന്നോ ഞങ്ങൾ ഇത്രയും കാലം നിന്നെ പൊന്നുപോലെ വളർത്തിയത്? അയാൾ സംശയത്തോടെയും വിഷമത്തോടെയും ചോദിച്ചു. അച്ഛാ, അങ്ങനെയൊന്നും അല്ല കാര്യങ്ങൾ. ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്ക്. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? അവൾ കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. നേഹയുടെ മമ്മി വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഞങ്ങളുടെ മകൾ അങ്ങനെ ചെയ്യുമോ എന്ന് പോലും ഞങ്ങൾ കരുതി. പക്ഷെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫോൺ കട്ടായിപ്പോയി. തിരികെ വിളിച്ചിട്ട് എടുത്തതുമില്ല. എന്താ ശ്രീ ഇതിൻ്റെയൊക്കെ അർത്ഥം? അയാൾ കുറച്ച് ദേഷ്യത്തോടെ തന്നെ അവളോട് ചോദിച്ചു. ഇതിനാണോ ശ്രീ ഞങ്ങൾ നിന്നെ വളർത്തിയത്? അവളുടെ അമ്മ അയാളുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി ചെവിയിലേക്ക് വെച്ച് ദേഷ്യത്തോട് ചോദിച്ചു. അമ്മേ, അച്ഛാ, ഞാനൊന്നും മനഃപൂർവ്വമല്ല. ശരിക്കും സംഭവിച്ചത് എന്താണെന്ന് അച്ഛൻ അറിഞ്ഞില്ലേ? അവൾ സംശയത്തോട് ചോദിച്ചു. നേഹയുടെ മമ്മി നിന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഫോൺ കട്ടായി. അയാൾ മറുപടി പറഞ്ഞു. അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞു എന്നുള്ളത് സത്യമായ കാര്യം തന്നെയാണ്. പക്ഷേ അതെൻ്റെ ഇഷ്ടപ്രകാരം അല്ലായിരുന്നു. ഞാൻ തൊഴ അമ്പലത്തിൽ പോയതാ. അവൾ മറുപടി പറഞ്ഞു. എന്താ? നിന്റെ ഇഷ്ടപ്രകാരം അല്ലേ? അവളുടെ അമ്മ സംശയത്തോടെ ചോദിച്ചതും അവൾ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. നിന്റെ ഇഷ്ടം പോലും നോക്കാതെയാണ് അയാൾ നിന്നെ വിവാഹം ചെയ്തതെങ്കിൽ അങ്ങനെയുള്ള ഒരു വിവാഹം നിനക്ക് എന്തിനാ ശ്രീ? നിനക്ക് പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്തുകൂടായിരുന്നോ? അല്ലെങ്കിൽ ഞങ്ങളെ ഒന്ന് വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുകയില്ലായിരുന്നോ? ഇതെന്താ വെള്ളരിക്കപ്പെട്ടണോ? അയാൾ ദേഷ്യത്തോട് ചോദിച്ചു. അച്ഛാ, ഞാൻ പറയുന്നത് മുഴുവനായിട്ടൊന്ന് കേൾക്ക്. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നുള്ള കാര്യം ശരിയാണ്. പക്ഷേ ഞാൻ സ്നേഹിച്ച ആൾ തന്നെയാണ് എന്നെ വിവാഹം ചെയ്തത്. അവൾ അയാളോട് മറുപടി പറഞ്ഞു. എന്ത്? നീ സ്നേഹിച്ച ആളോ? നീ ഇതുവരെ അങ്ങനെ ഒരു ഇഷ്ടം നിനക്കുള്ളതായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ എല്ലാം പറയാം. അതും പറഞ്ഞ് അവൾക്ക് ഡെന്നിയോടുണ്ടായിരുന്ന ഇഷ്ടവും അത് കഴിഞ്ഞ് അവർക്കിടയിലുണ്ടായ സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. ശ്രീ, ഇതൊക്കെ സത്യമാണോ? നമ്മുടെ നേഹ? അയാൾ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതെ അച്ഛാ, അവളോട് അത് ചെയ്തത് ആരാണെന്ന് ആർക്കും അറിയില്ല. അത് ഇത്രയും പെട്ടെന്ന് കണ്ടെത്തണം. ഞങ്ങളുടെ ശത്രുക്കളാണോ ഇച്ചായൻ്റെ ശത്രുക്കളാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. പക്ഷേ ഇപ്പം അത് കണ്ടെത്താൻ ഇച്ചായന് മാത്രമേ സാധിക്കുള്ളൂ. അവൾ മറുപടി പറഞ്ഞു. നിനക്ക് അപ്പോൾ അയാളെ ഇപ്പോഴും ഇഷ്ടമാണോ ശ്രീ? നീ ഹാപ്പിയാണോ? അയാൾ സംശയത്തോട് ചോദിച്ചു. ഞാൻ ഹാപ്പിയാണ്. ഞാൻ സ്നേഹിച്ച ആൾ തന്നെയാണ് എന്നെ വിവാഹം ചെയ്തത്. പിന്നെ ഞങ്ങൾക്ക് തമ്മിൽ കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ച ആളെ തന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയത്. അച്ഛനോടും അമ്മയോടും ഒരു കാര്യം മാത്രമേ ഞാൻ മറച്ചു വെച്ചുള്ളൂ. എനിക്ക് ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന്. അത് വേറൊന്നും കൊണ്ടല്ല. ഇച്ചായനോട് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് പറയാമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനിടയിലാണ് തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ടായത്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പറയുന്നില്ല എന്ന് വെച്ചത്. അവൾ അവരോട് മറുപടി പറഞ്ഞു. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ശ്രീ നിന്റെ വിവാഹം. നീ ഞങ്ങൾക്ക് ആകെയുള്ള മകളാണ്. നിന്റെ വിവാഹം എങ്ങനെ നടത്തണമെന്നറിയോ ഞങ്ങളുടെ ആഗ്രഹം? അയാൾ വിഷമത്തോടെ പറഞ്ഞു. എനിക്കെല്ലാം അറിയാം. പക്ഷേ ഇപ്പോൾ അതിനുള്ളൊരു സാഹചര്യം അല്ല അച്ഛാ. അവളോട് അങ്ങനെ ചെയ്തത് ആരാണെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണം. അതിനുശേഷം അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി ഗംഭീരമായിട്ട് എൻ്റെ വിവാഹം നടത്താം. അവൾ പറഞ്ഞതും അയാളൊന്ന് മൂളി. എന്നാലും ഞങ്ങൾ എന്ത് ഗതികെട്ടവരാണ് ശ്രീ. സ്വന്തം മകൾ പ്രണയിച്ചതോ കല്യാണം കഴിച്ചതോ ഞങ്ങൾ അറിഞ്ഞില്ല. എന്തിന്? ഞങ്ങളുടെ മരുമോനെ പോലും ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. അയാൾ വിഷമത്തോടെ പറഞ്ഞു. സോറി അച്ഛാ, ഇച്ചായൻ്റെ ഫോട്ടോ ഞാൻ ഫോൺ വെച്ച ഉടനെ അച്ഛനെ അയച്ചു തരാം. പിന്നെ ഇച്ചായൻ ഇതുവരെ ഓഫീസിൽ നിന്നും തിരികെ വന്നിട്ടില്ല. ഞാൻ വരുമ്പോൾ അച്ഛനെ വിളിക്കാൻ പറയാം. അച്ഛൻ എന്തായാലും ഇച്ചായൻ ഇഷ്ടപ്പെടും. അവൾ പറഞ്ഞതും അയാളൊന്ന് മൂളി. പിന്നെയും കുറച്ച് വിശേഷങ്ങളും അവനെ പറ്റിയുള്ള കാര്യങ്ങളും ഒക്കെ ചോദിച്ചതിന് ശേഷം അവളുടെ അച്ഛൻ ഫോൺ വെച്ചു. അയാൾ ഫോൺ വെച്ച ഉടനെ തന്നെ അവൾ അവൻ്റെ ഫോട്ടോ അവർക്ക് അയച്ചു കൊടുത്തു. അവനെ അവർക്ക് രണ്ടുപേർക്കും വളരെ ഇഷ്ടമായി. എങ്കിലും അവൾ പറഞ്ഞതും മറ്റും ഒരു നോവായി അവരുടെ ഉള്ളിൽ കിടന്നു. പിന്നെ അവൾ ഹാപ്പിയാണെന്ന് അറിഞ്ഞപ്പോൾ അവർക്ക് കുറച്ച് സന്തോഷം തോന്നി. ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡെന്നി ഓഫീസിൽ നിന്നും മടങ്ങി വന്നത്. ശ്രീ ഹാളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ഡേവി അവൻ വരുന്നതിന് കുറച്ച് മുൻപേ തന്നെ വന്നിരുന്നു. അവന് ഓഫീസിൽ കുറച്ച് പണിയുണ്ടെന്നും വരാൻ ലേറ്റാകുമെന്നും ഡേവി അവരോടെല്ലാം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ശ്രീ ഒഴികെ ബാക്കി എല്ലാവരും ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം സ്വന്തം മുറിയിലേക്ക് മടങ്ങിയിരുന്നു.
ശ്രീ അവരെ ആഹാരം കഴിക്കാൻ ഒരുപാട് നിർബന്ധിച്ചെങ്കിലും അവൻ വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു. ശ്രീയുടെ അവൻ്റെ ഇടയിലുണ്ടായ തെറ്റിദ്ധാരണകളൊക്കെ അവൾ ഇതിനോടകം എല്ലാവരോടും പറഞ്ഞു. അത് കേട്ട് അവർക്കെല്ലാവർക്കും ചിരി വന്നു. പറഞ്ഞു തീർക്കാവുന്ന വെറൊരു നിസ്സാര കാര്യത്തിനാണ് അവർ പിണങ്ങിയിരുന്നതെന്ന് അറിഞ്ഞതും ജോയും ഡേവിയും അവളെ കളിയാക്കി. ഡോണയെങ്കിൽ ഇതൊന്നും അറിയാതെ വയറുവേദന ചതിച്ചത് കാരണം കിടക്കുകയായിരുന്നു. നേഹ അപ്പോഴും അവർക്കിടയിൽ ഇങ്ങനൊരു ഇഷ്ടം ഉണ്ടായിരുന്നത് അവർക്കറിയാമെന്ന് ശ്രീയോട് പറഞ്ഞില്ല. അവളുടെ മനസ്സ് മുഴുവൻ വിഷമങ്ങൾ മാത്രമായിരുന്നു. എല്ലാവരുടെയും മുൻപിൽ അവർക്ക് വേണ്ടി സന്തോഷം അഭിനയിച്ചിരിക്കുകയായിരുന്നു അവൾ. എന്നാൽ അവളെ മാത്രം നോക്കിയിരുന്ന ആ കണ്ണുകൾക്ക് അത് നന്നായിട്ട് മനസ്സിലായി. അവൻ്റെ നെഞ്ച് അത് കണ്ട് നീറി.